ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങളിലൊന്ന്. പ്രാചീന കാലം മുതൽ മനുഷ്യർ ഔഷധമായും ആഹാരമായും ഉപയോഗിച്ചിരുന്ന വിറ്റാമിൻ B6, വിറ്റാമിൻ B3, വിറ്റാമിൻ സി, സിങ്ക്, കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം അങ്ങനെ മനുഷ്യന് ഉപകാരമുള്ള ഒട്ടനവധി ഗുണഗണങ്ങളുള്ള സുഗന്ധറാണി ഏലം. ഏതാണ്ട് 8% സുഗന്ധ തൈലമാണ് ഏലത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഔഷധങ്ങൾ, ലേഹ്യങ്ങൾ എന്നിങ്ങനെ എല്ലാ ആയുർവേദങ്ങളിലും വീട്ടിലിടുന്ന ചായകളിൽ പോലും ഏലയ്ക്ക ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്. എന്നാൽ എപ്പോഴെങ്കിലും ഇതിന് പിന്നിലെ കൈകളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഏലം കർഷകരുടെ പ്രശ്നങ്ങളെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം നൽകുന്ന ഏലം കർഷകരുടെ സ്ഥിതി കുറച്ചു വർഷങ്ങളായി പ്രശ്നത്തിലായിരുന്നു. 3 വർഷത്തിനിപ്പുറമാണ് ഇപ്പോൾ ഏലക്കയ്ക്ക് 3000-ന് മേൽ വില ഉയരുന്നത്. വില ഉയർച്ചയുടെ ഗുണം പ്രധാനമായും ലഭിക്കുക ഇടനിലക്കാർക്കും വലിയ വ്യാപാരികൾക്കും മാത്രമായിരിക്കും എന്നതാണ് ഇതിലെ സങ്കടകരമായ വസ്തുത. കർഷകരുടെ പക്കൽ സ്റ്റോക്ക് ഇല്ല എന്നുള്ളതും ഏലത്തിന്റെ സീസൺ കഴിയാറായതുമാണ് പ്രധാന പ്രശ്നം. വിളവെടുപ്പ് സീസൺ അവസാനിക്കാറായതും ആഭ്യന്തര മാർക്കറ്റിൽ ഡിമാൻഡ് ഉയർന്നതുമാണ് വില വർധനവിന് കാരണമായി കച്ചവടക്കാർ പറയുന്നത്. കർഷകരുടെയും കച്ചവടക്കാരുടെയും പക്കൽ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. നല്ല വലിപ്പവും പച്ച നിറവുമുള്ള ഏലയ്ക്ക കിലോയ്ക്ക് 3300 വരെ ഇന്ന് വിപണി വിലയുണ്ട്. കർഷകരുടെ ഏലയ്ക്ക കുറഞ്ഞ വിലയിൽ വിൽക്കേണ്ടി വരുന്നതിനാൽ പണിക്കൂലി നൽകാനും വളങ്ങളും കീടനാശിനികൾ വാങ്ങാനും മറ്റു മാർഗത്തിൽ പണം കണ്ടെത്തേണ്ടി വരും. അതിനാലാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കർഷകരിൽ ഭൂരിഭാഗം വിളവെടുപ്പ് കഴിഞ്ഞ ഉടൻ ഏലയ്ക്ക വിറ്റഴിക്കുന്നത്. 3 വർഷമായി ഏലത്തിന്റെയും കുരുമുളക്, കാപ്പി തുടങ്ങിയ മറ്റ് സുഗന്ധ വിളകളുടെയും വില മെച്ചപ്പെട്ട നിലയിലായിട്ട്. ഇപ്പോഴുള്ള ഏലത്തിന്റെ വിലക്കുതിപ്പ് തുടർന്നാൽ വരും ദിവസങ്ങളിൽ ജില്ലയിലെ കാർഷിക വ്യാപാര മേഖലയിൽ വലിയൊരു മുന്നേറ്റത്തിന് ഇതിടയാകും. ഇടക്കാലത്ത് ഇന്ത്യൻ വിപണിയിലേക്ക് ഗാട്ടമാല ഏലം വ്യാപകമായി ഇറക്കുമതി ചെയ്തത് ഏലം കർഷകർക്ക് തിരിച്ചടിയായിരുന്നു. പല മൊത്ത വ്യാപാരക്കാരും ഗാട്ടമാല ഏലം ഇന്ത്യൻ കാർഡമത്തിനോടൊപ്പം കൂട്ടിക്കലർത്തി വിൽക്കുന്നതും വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഗാട്ടമാല ഏലത്തിന്റെ ഇറക്കുമതി കുറഞ്ഞിട്ടുണ്ട്. പ്രതിവർഷം 30,000 മെട്രിക് ടണ്ണാണ് ഗാട്ടമാല ഏലത്തിന്റെ ഉൽപാദനം. ഇതിന്റെ നല്ലൊരു ഭാഗം ഇന്ത്യയിലേക്ക് തന്നെയാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. 2 ആഴ്ചയായി ഹൈറേഞ്ചിൽ ഇടപെട്ട് നല്ല മഴ ലഭിക്കുന്നതും ഏലം കൃഷിക്ക് അനുകൂലമാണ്. ഇപ്പോഴുള്ള വില വർധന തുടരുകയും അടുത്ത ഉൽപാദന സീസണിൽ കൂടുതൽ വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ ഏലം കർഷകർ.